Inline Checker, Occupational Theory, Volume 10. ഓൺലൈൻ ക്ലാസ് വൊക്കേഷണൽ തിയറി ഇൻലൈൻ ചെക്കറുടെ 10ാമത്തെ വോളിയമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സേഫ്റ്റി, ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയെ പറ്റിയാണ് ഈ സ്ലൈഡിൽ പ്രതിപാദിക്കുന്നത്. അതായത് നമ്മൾ തൊഴിൽ സംബന്ധമായ അപകടങ്ങൾ ഒഴിവാക്കുവാനായിട്ടുള്ള സുരക്ഷിതത്വ മാർഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. It is very important to have understanding about the safety and health measures while operating tools. ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുമ്പോൾ സുരക്ഷിതത്വമായതും അപകടം കൂടാത്തതും ആരോഗ്യത്തിന് കോട്ടം വരാത്തതുമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. Although it is essential that the management take important steps to protect and safeguard the operators from potential hazardous situations, but the best way for any inline checker to be safe and healthy is to be aware of various occupational hazards. ഒരു ഗാർമെന്റ് യൂണിറ്റിലെ സുരക്ഷിതത്വത്തെ പറ്റിയും അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങളെ പറ്റിയും അത് വരാതിരിക്കാനും അതിൽ നിന്ന് തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനും വേണ്ടുന്ന നടപടിക്രമങ്ങൾ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് എടുത്തിട്ടുണ്ടെങ്കിലും കൂടിയും ഓരോ ഇൻലൈൻ ചെക്കറും സ്വന്തം സുരക്ഷിതത്വവും ആരോഗ്യവും സംരക്ഷിക്കേണ്ട കാര്യങ്ങളെ പറ്റിയുള്ള അവബോധം ഉണ്ടായിരിക്കേണ്ടതാണ്. തൊഴിൽ സംബന്ധമായ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് അല്ലെങ്കിൽ വളരെ കുറയ്ക്കുന്നതിന് ഇത് സഹായമാകും. Many of the injuries are caused mainly by the operator's error, carelessness and inattentiveness. പല അപകടങ്ങളും അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് പറ്റുന്ന ആരോഗ്യപരമായ മുറിവുകളോ എല്ലാം അല്പം പിശക് കൊണ്ടോ നോട്ടക്കുറവ് കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ സംഭവിക്കുന്നതാണ്. ശരിയായി ശ്രദ്ധിച്ച് ജോലി ചെയ്താൽ അപകടങ്ങൾ ഒഴിവാക്കുവാനായിട്ട് സാധിക്കും. സേഫ്റ്റി, സുരക്ഷിതത്വത്തെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ. A hazard is any agent which can cause harm, damage, injury to human beings and their environment. ഒരു ഹസാർഡ് അല്ലെങ്കിൽ ഒരു അപകടം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു വസ്തു, അത് ഉദാഹരണത്തിന് ഇലക്ട്രിസിറ്റിയോ അല്ലെങ്കിൽ ഒരു കെമിക്കലോ അല്ലെങ്കിൽ ഒരു
പൊടിപടലമോ അല്ലെങ്കിൽ ഉയർന്ന ശബ്ദമോ വെളിച്ചോ ഇതൊക്കെ മൂലമാണ് തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ ഓപ്പറേറ്റർക്ക് അപകടം സംഭവിക്കുന്നത്. Risk is defined as the probability that exposes one to a hazard which leads to a negative effect. റിസ്കിന്റെ നിർവചനം അല്ലെങ്കിൽ അപകട സാധ്യതയുടെ നിർവചനമാണ്. അതായത് ഒരു ഹസാർഡിന് അല്ലെങ്കിൽ ഒരു അപകട സാധ്യതയുള്ള ഏജന്റിന് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റർ എക്സ്പോസ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിന് ഒരു പ്രതികൂല എഫക്റ്റ് അയാളുടെ ആരോഗ്യത്തിനോ സുരക്ഷിതത്വത്തിനോ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ റിസ്ക് എന്ന് പറയുന്നു. There is always a risk of hazard while operating machines. They may be physical, biological, chemical, mechanical, etc. ഏതെങ്കിലും ഒരു യന്ത്രം, അപ്പാരൽ യൂണിറ്റിലുള്ള യന്ത്രം പ്രവർത്തിപ്പിക്കുമ്പോൾ അപകടത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇത് ഒന്നുകിൽ ഫിസിക്കലാകാം, അല്ലെങ്കിൽ ബയോളജിക്കലാകാം, അല്ലെങ്കിൽ രാസവസ്തു മൂലമുള്ള ഉണ്ടാവാം, അല്ലെങ്കിൽ മെക്കാനിക്കലാകാം. All operators to be aware of risk of hazards associated with the industry they work in. എല്ലാ മെഷീൻ ഓപ്പറേറ്റേഴ്സും തൊഴിലാളികളും അവരവർ ജോലി ചെയ്യുന്ന വ്യവസായ യൂണിറ്റിലെ അപകട സാധ്യതകളെ കുറിച്ച് അല്ലെങ്കിൽ റിസ്കിനെ കുറിച്ച് അവബോധം ഉള്ളവരായിരിക്കണം. While handling tools and machines, the operators should follow safety instructions. Specialized training must be given to operators to prevent injuries from these hazards. Operators should take precautions to guard against work-related hazards and accidents. യന്ത്രങ്ങളും ഉപകരണങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ എല്ലാ തൊഴിലാളികളും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. ഓരോ യന്ത്രങ്ങൾ അല്ലെങ്കിൽ ഓരോ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനും പ്രത്യേകമായ പരിശീലനം തൊഴിലാളികൾക്ക് നൽകുകയും അതുവഴി അപകടങ്ങൾ ഒഴിവാക്കുവാനും സാധിക്കും. അതുപോലെ തന്നെ ഓപ്പറേറ്റേഴ്സ് തൊഴിൽ സംബന്ധമായ അപകടങ്ങളും ആക്സിഡന്റുകളും ഒഴിവാക്കുന്നതിന് അല്ലെങ്കിൽ അതിൽ നിന്ന് സംരക്ഷണം നേടുന്നതിനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതുമാണ്. സേഫ്റ്റിയുടെ തുടർച്ച. All the manufacturing units must comply and should have necessary equipment like fire extinguishers, hydrants,
emergency exits, emergency lights, hooters, first aids, etc. വ്യവസായശാലയിലെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി എല്ലാ അപ്പാരൽ യൂണിറ്റ്സിലും ആവശ്യമുണ്ടായിരിക്കേണ്ട സേഫ്റ്റി ഉപകരണങ്ങൾ കരുതേണ്ടതാണ്. ഇതിൽ ഉൾപ്പെടുന്നവയാണ് ഫയർ എക്സ്റ്റിംഗ്വിഷർ, തീ വന്നാൽ കെടുത്തുന്ന ഫയർ എക്സ്റ്റിംഗ്വിഷർ, ഹൈഡ്രൻസ്, അതും തീ അണയ്ക്കാനുള്ള വെള്ളം പമ്പ് ചെയ്യുന്ന സിസ്റ്റം, എമർജൻസി എക്സിസ്റ്റ്, അതായത് പെട്ടെന്ന് തീപിടുത്തമോ വല്ലതും ഉണ്ടായാൽ ആൾക്കാർക്ക് വെളിയിലേക്ക്, ഫാക്ടറിയുടെ വെളിയിലേക്ക് പെട്ടെന്ന് കടക്കാനുള്ള വാതിലുകൾ, എമർജൻസി ലൈറ്റ്, അതുപോലെ തന്നെ അടിയന്തര സാഹചര്യങ്ങളിൽ വേണ്ട വെളിച്ചം, ഫസ്റ്റ് എയ്ഡ് ഫെസിലിറ്റീസ് എന്നിവ ഉണ്ടായിരിക്കേണ്ടതാണ്. It is the prime responsibility of an organization to provide occupational health and safety conditions to the operators. ഓരോ മാനേജ്മെന്റിന്റെയും പ്രഥമമായ ഉത്തരവാദിത്തമാണ് അവരുടെ തൊഴിലാളികൾക്ക് തൊഴിൽപരമായ സുരക്ഷിതത്വവും ആരോഗ്യവും ഉറപ്പുവരുത്തുക എന്നുള്ളത്. ടൈപ്പ് ഓഫ് ഹസാർഡ്സ്. ഏതെല്ലാം തരം അപകടങ്ങളാണ് സാധാരണയായി വ്യവസായശാലയിൽ അഭിമുഖീകരിക്കുന്നതെന്ന് നോക്കാം. Physical hazards. For example, occupational hearing loss, postural defects, falls, accidents, etc. ഫിസിക്കൽ ഹസാർഡ്സ് ആയിട്ട് അല്ലെങ്കിൽ ഫിസിക്കൽ അപകട സാധ്യതകളാണ് കേൾവി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഒരു തൊഴിലാളി അത് ജോലി ചെയ്യാനായിട്ട് നിൽക്കുന്ന ആ പൊസിഷന്റെ തകരാറ് കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. ഉദാഹരണത്തിന് ഒരുപാട് നേരം തുടർച്ചയായി നിൽക്കുന്ന ആൾക്ക് വെരിക്കോസ് വെയിൻ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഫോൾസ്, തട്ടി വീഴ്ച, ആക്സിഡൻസ് മുതലായവ. Fire hazards. It is very common in garment units since we use lot of flammable material like cotton, chemicals, etc. We should keep fire extinguishers as a safety measure. Fire hazard, തീ കൊണ്ടുള്ള അപകടങ്ങൾ. ഗാർമെന്റ് യൂണിറ്റിൽ വളരെ വേഗം തീ പിടിക്കുന്ന വസ്തുക്കൾ കോട്ടണും അതുപോലെയുള്ള രാസവസ്തുക്കളും ഉപയോഗിക്കുന്നത് കാരണം തീ കൊണ്ടുള്ള അപകടം ഉണ്ടാവാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ഇതിനെതിരെയാണ് നമ്മൾ ഫയർ എക്സ്റ്റിംഗ്വിഷറോ ഹൈഡ്രന്റോ കരുതുന്നത്. Chemical hazards. Some chemicals can cause hazard in the work area.
A worker in the garment industry should practice caution while handling chemicals. രാസവസ്തുക്കൾ കൊണ്ടുണ്ടാകുന്ന അപകടം. തൊഴിലെടുക്കുന്ന ഇടങ്ങളിൽ ചില രാസവസ്തുക്കൾ അപകടം ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ആസിഡ് അല്ലെങ്കിൽ അതുപോലെയുള്ള രാസവസ്തുക്കൾ. ഗാർമെന്റ് ഇൻഡസ്ട്രിയിലുള്ള തൊഴിലാളി വളരെ ജാഗ്രതയോടുകൂടി വേണം രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യാൻ. അല്ലെങ്കിൽ അവ അപകടത്തിലേക്ക് നയിക്കും. Electrical hazards. Shocks from equipment can lead to brutal and permanent injuries. It is important to operate the machines with adequate training. Electrical hazards. Electricity കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ. ഏതൊരു ഉപകരണമോ അല്ലെങ്കിൽ യന്ത്രമോ പ്രവർത്തിപ്പിക്കുമ്പോൾ ഇലക്ട്രിക് ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ അത് വളരെ മാരകമായ അല്ലെങ്കിൽ സ്ഥിരമായ മുറിവുകളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടാക്കുവാൻ പോകുന്നവയാണ്. അതുകൊണ്ട് ഓരോ തൊഴിലാളിയും നല്ല രീതിയിൽ പരിശീലനം ലഭിച്ചതിന് ശേഷമേ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ പാടുള്ളൂ. സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽ. ഗാർമെന്റ് യൂണിറ്റിലെ വസ്തുക്കൾ സ്റ്റോർ ചെയ്യുന്ന രീതി. Textile materials are prone to dangers such as moisture, heat, mildew, fungus, insects, and rodents. Therefore, storing the textile materials in right store and condition is important. ടെക്സ്റ്റൈൽ വസ്തുക്കളെ ഈർപ്പം, ചൂട്, മിൽഡ്യൂ പോലെയുള്ള ബാക്ടീരിയ, ഫംഗസ്, എലി എന്നിവ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ ടെക്സ്റ്റൈൽ മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നല്ല കണ്ടീഷനിൽ അവ സ്റ്റോർ ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഐഡിയൽ സ്റ്റോറേജ് കണ്ടീഷൻസ്. നമുക്ക് അനുയോജ്യമായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് ഒരുക്കേണ്ടത് ടെക്സ്റ്റൈൽ വസ്തുക്കൾ സ്റ്റോർ ചെയ്യാനായിട്ട്? Dry room with temperature of 25 to 36 degrees Celsius. ഇരുപത്തഞ്ച് മുതൽ 36 ഡിഗ്രി ചൂടുള്ള വരണ്ട മുറിയിലാണ് ടെക്സ്റ്റൈൽ വസ്തുക്കൾ സൂക്ഷിക്കേണ്ടത്. ആബ്സെൻസ് ഓഫ് ഡയറക്റ്റ് സൺലൈറ്റ്. സൂര്യപ്രകാശം നേരിട്ട് ടെക്സ്റ്റൈൽ വസ്തുക്കളിൽ പതിക്കാൻ ഇടവരരുത്. A storage room construction that affords protection against insects and mice. സ്റ്റോറേജ് റൂമിൽ യാതൊരു കാരണവശാലും കീടങ്ങളോ എലിയോ കടക്കാത്ത രീതിയിലുള്ള നിർമ്മാണമായിരിക്കണം. Air conditioning or some other method of humidity control. Humidity 30% to 50%.
വായുവിലുള്ള ഈർപ്പം നിയന്ത്രിച്ച് നിർത്തേണ്ടതാണ്. അതിന് എയർ കണ്ടീഷനിങ്ങോ അല്ലെങ്കിൽ അതുപോലെയുള്ള വേറെ എന്തെങ്കിലും മാർഗങ്ങൾ ഉപയോഗിച്ച് 30% മുതൽ 50% വരെ ഈർപ്പം വായുവിൽ നിലനിർത്തേണ്ടതാണ്. വേസ്റ്റ് മാനേജ്മെന്റ്. അപ്പാരൽ യൂണിറ്റിൽ വരുന്ന മാലിന്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെ? Waste is purchased raw materials that are subsequently not sold as product. It is unwanted material or substance, also treated as trash, garbage, rubbish, etc. വേസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാലിന്യം എന്ന് പറയുന്നത് ഗാർമെന്റ് യൂണിറ്റിൽ വാങ്ങിച്ച അസംസ്കൃത വസ്തുക്കളിൽ ഉൽപ്പന്നത്തിലേക്ക് കൂട്ടിച്ചേർക്കാതെ അല്ലെങ്കിൽ ഉൽപ്പന്നത്തിലേക്ക് വരാത്ത വസ്തുക്കളാണ് പാഴ്വസ്തുക്കളായിട്ട് മാറുന്നത്. ഉദാഹരണത്തിന് ആവശ്യമില്ലാത്ത വസ്തുക്കൾ, അതായത് മാലിന്യങ്ങൾ. Waste is defined as any product or substance that has no use or value. വേസ്റ്റിന്റെ നിർവചനം എന്താന്ന് വെച്ചാൽ, ഗാർമെന്റ് യൂണിറ്റിൽ നമുക്ക് ആവശ്യമില്ലാത്തതോ അല്ലെങ്കിൽ അതിന് മൂല്യമില്ലാത്തതോ ആയ എന്ത് ഉൽപ്പന്നമാണെങ്കിലും അത് മാലിന്യമായിട്ടാണ് നിർവചിക്കപ്പെട്ടിരിക്കുന്നത്. Textile waste include fabric trims, scraps or defective parts, chemicals and effluents. ടെക്സ്റ്റൈൽ വേസ്റ്റ് ആയിട്ട് കണക്കാക്കുന്നത് ഫാബ്രിക് കട്ട് ചെയ്ത ഭാഗങ്ങൾ, അല്ലെങ്കിൽ സ്ക്രാപ്പ് അല്ലെങ്കിൽ കേടുവന്ന ഭാഗങ്ങൾ, രാസവസ്തുക്കൾ, മലിനജലം എന്നിവയാണ് സാധാരണഗതിയിൽ ടെക്സ്റ്റൈൽ വേസ്റ്റ് ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. Cutting room waste generates high volume of fabric scraps. കട്ടിംഗ് റൂമിൽ നിന്ന്, അതായത് ഫാബ്രിക് കട്ട് ചെയ്ത് അതിൻ്റെ ഭാഗങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പാനലുകൾ കട്ട് ചെയ്ത് തുണിയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്ന ഭാഗത്ത് അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഏറ്റവും അധികം തുണിയുടെ വേസ്റ്റ് ഉണ്ടാവുന്നത്.